ഹായ് ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ. ഇന്ന് നമുക്ക് നമ്മുടെ മുളകും കൊണ്ട് കറി ഉണ്ടാക്കാവേ. ഇതിൻ്റെ ഹാർവെസ്റ്റിംഗ് വീഡിയോ ഗോവിന്ദ് വിനോദ് വ്ളോഗ്സിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിൽ നിന്ന് ഏറ്റവും പിഞ്ചായിട്ടുള്ള മുളക് നോക്കി പെറുക്കിയെടുക്കണേ. കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. കുറച്ച് വെള്ളം നല്ലപോലെ തിളപ്പിച്ചെടുക്കണം. എന്നിട്ട് അതിനകത്തോട്ട് ഉപ്പും കൂടി ഇട്ട് ഒരു 5-6 മിനിറ്റ് ഇത് വാട്ടിയെടുക്കണം കേട്ടോ, വെള്ളത്തിലിട്ട് തന്നെ. എന്നാലും അതിങ്ങനെ ശോഷിച്ച് വരും. ഇപ്പോൾ പറിച്ചോടെ ഫ്രഷ് മുളക് കേട്ടോ. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടി ഇഞ്ചി, വെളുത്തുള്ളി, കരിയാപ്പിലയും ചുമന്നുള്ളി തന്നെ എടുക്കണേ. ചെറിയ ഉള്ളിയില്ലേ, അത് സവാള എടുത്താൽ ശരിയാകത്തില്ല കേട്ടോ. പിന്നെ വെളിച്ചെണ്ണയ്ക്കകത്താണ് ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണയ്ക്കകത്ത് നമ്മൾ കടുക് ഉലുവായി ഒന്നും ഇടുന്നില്ല കറി ആയതുകൊണ്ട്. എന്നിട്ട് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കരിയാപ്പിലയും ചുവന്നുള്ളിയും കൂടി ഒരുമിച്ചിട്ട് എന്നിട്ട് നമ്മൾ അതിൻ്റെ അകത്തോട്ട് തന്നെ നമ്മുടെ മുളകും കൂടി ഇട്ട് കൊടുക്കണേ. നമ്മൾ പകുതി എടുക്കുന്നുള്ളൂ കേട്ടോ. പകുതി കൊണ്ട് ഞാൻ അച്ചാറും ഉണ്ടാക്കുന്നുണ്ട്. അപ്പം കറി കുറച്ച് ഭാഗം എടുത്ത് ഉണ്ടാക്കുന്നുള്ളൂ. പെട്ടെന്ന് ഒരു 3 ദിവസമൊക്കെ ഇരുന്നോളൂ കേട്ടോ. എന്നിട്ട് ഇത് കായം ആവശ്യത്തിന് ടേസ്റ്റ് കിട്ടുന്ന പോലെ കായം ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് ഇത് മൂടി വെച്ചിട്ടാണ് കേട്ടോ ഒന്ന് വറ്റിച്ചെടുക്കുക. അല്ലെങ്കിൽ ഇതുപോലെ പൊട്ടിത്തെറിക്കുക, നമ്മുടെ മുഖത്തോട്ടൊക്കെ തെറിക്കുക. മുളക് അങ്ങനെയാണേ. അപ്പോൾ അത് ശോഷിച്ചിരുന്നാലേ ഇപ്പോൾ വീർത്ത് വരും കേട്ടോ. പിന്നെ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി ഒരു ഇച്ചിരി വെള്ളത്തിൻ്റെ അകത്തോട്ടിട്ട് വാളംപുളി, സാമ്പാറിലൊക്കെ വെക്കുന്ന പുളിയില്ലേ, നല്ലപോലെ പിഴിഞ്ഞെടുക്കണേ. പുളി ഒഴിച്ചാട്ടോ നമ്മളിത് ഉണ്ടാക്കുന്നത്. ഈ പുളിയുടെയും എരിവും എല്ലാം കൂടെ കൂടി, പുളിയുടെ പുളിയും എരിവിൻ്റെ എരിവ് മുളകിൻ്റെ എരിവും എല്ലാം കൂടെ ഒന്ന് ശരിയാകാൻ വേണ്ടി നമ്മളൊരു 3/4 സ്പൂൺ ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശർക്കരയും കൂടെ ചേർത്ത് ഒരു പോരാത്ത ഉപ്പും ചേർത്ത്, ഉപ്പൊക്കെ തെളിഞ്ഞ് നിൽക്കണം കേട്ടോ. ഉപ്പും കൂടെ ചേർത്തിട്ട് കൊടുത്തേച്ച് നമ്മുടെ പുളിയും കൂടെ ഒഴിച്ച്, പുളി വെള്ളത്തിലല്ലേ കലക്കിയെടുത്തേ, അപ്പം ആ വെള്ളം നമ്മൾ വറ്റിച്ചെടുക്കണേ. അപ്പോൾ ഇത് മൂടി വെച്ച് ആ വെള്ളം നല്ലപോലെ വറ്റിച്ച് ഒരു 1/2 ഗ്ലാസ് വെള്ളമൊന്നും ഇല്ലല്ലോ, ആ വെള്ളം മുഴുവൻ വറ്റി കഴിയുമ്പോഴത്തേനും നമ്മുടെ ആ പുളിയും ഉപ്പും എല്ലാം കൂടെ കൂടി ഈ മുളകെല്ലാം കൂടെ അങ്ങോട്ട് അബ്സോർവ് ചെയ്തെടുക്കും. നല്ല ടേസ്റ്റാണ് കേട്ടോ. ചോറൊക്കെ ഉള്ള സൂപ്പർ കറിയാണേ. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഇപ്പം ഇച്ചിരി വെള്ളം കൂടി ഉണ്ട്, ഞാനിപ്പോൾ കാണിച്ചു തരാവേ. നമ്മുടെ ആ എല്ലാം റെഡിയായെന്ന് നമ്മൾ കാണുന്നത് ഇതുപോലെ എണ്ണ മാത്രമായിട്ട് തെളിഞ്ഞു വരും കേട്ടോ. ഇപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. സൂപ്പർ കറിയാണേ. ഇതിന് അച്ചാറിനൊന്നും പറയാൻ പറ്റത്തില്ല, കറി തന്നെയാണ് കേട്ടോ. ഇനി ബാക്കിയും കൊണ്ട് നമ്മൾ അച്ചാർ ഉണ്ടാക്കുവാണേ. അത് നല്ലെണ്ണയ്ക്കകത്താട്ടോ ഉണ്ടാക്കുന്ന അച്ചാർ. അത് സാധാരണ അച്ചാർ ഉണ്ടാക്കുന്ന പോലെ തന്നെ കടുക് ഉലുവായും ഒക്കെ പൊട്ടിച്ചെടുത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും കരിയാപ്പിലയും കൂടെ ഇട്ട് ഒന്ന് വാടി വരുമ്പോഴത്തേനും നമ്മുടെ മുളകും കൂടെ ഇട്ട് ഒന്ന് സെറ്റാക്കി എടുക്കണേ. ആവി കയറി വന്നാൽ മതി കേട്ടോ. ഒരുപാട് നേരം ഈ സമയം കുക്ക് ചെയ്യണ്ടേ. പിന്നെ കായം എടുക്കണം. പിന്നെ വലിയ നീളമുള്ള മുളകൊക്കെ ഞാനിന്ന് 2ആയിട്ട് മുറിച്ചിട്ടുണ്ട്. അച്ചാറായതുകൊണ്ട് കുറേ ദിവസം ഉപയോഗിക്കാം. ഇതേ ഇച്ചിരിയല്ലേ കഴിക്കുള്ളൂ, മുളകല്ലേ. പിന്നെ പോരാത്ത ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത്, കായം, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഇത്രയും സാധനം കൂടെ ചേർത്ത് ഒന്ന് മൂടി വെച്ച്, അതിൻ്റെ ഇച്ചിരി ജലാംശമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് വറ്റിച്ചെടുത്തേക്കണേ. അത് കഴിഞ്ഞ് ഇപ്പോൾ നമ്മുടെ അച്ചാറും റെഡി ആയിട്ടോ. പെട്ടെന്ന് ആക്കി എടുക്കാം. ഇനി ഒരു 3 സ്പൂണ് വിനാഗിരിയും കൂടെ ഒഴിച്ചാൽ, ഈ വിനാഗിരി നമുക്കുള്ള സിന്തറ്റിക് വിനീഗർ ഉള്ളൂ കേട്ടോ. അതും കൂടെ ഒഴിച്ച് ഒന്ന് ഇളക്കിയാൽ നമ്മുടെ അച്ചാറും റെഡിയായി. അപ്പോൾ ഈ അച്ചാർ ഉണ്ടാക്കിയില്ലെങ്കിലും കറി എന്നായാലും ഒന്ന് ഉണ്ടാക്കി നോക്കി ഒന്ന് കഴിച്ചിട്ട് അഭിപ്രായം പറയണേ. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് കമൻറ്റ് ആക്കിയിട്ട് സപ്പോർട്ടൊക്കെ ചെയ്യണം കേട്ടോ. വീണ്ടും കാണാവേ. ബൈ.